Ladies and gentlemen, this is Adarsh and welcome to my Kanedi. മലയാളത്തിൽ നിന്ന് ഒരു റൊമാൻറ്റിക് സൈക്കോ ത്രില്ലർ റൊമാൻറ്റിക് പടം പാത്തിருக்கு സൈക്കോ പടം പാത്തിருக்கு എന്നാൽ ഇതിന്റെ ഒന്നും ഒരു മിക്സ് ഇതുവരെ പാക്കലേ ഇപ്പൊ പാത്തു. ഫേസസ് എന്നാണ് സിനിമയുടെ പേര്. നമ്മുടെ ജ്ഞാപകം, ഇന്ദ്രധനുഷ്, കലേഷ്, ഹന്ന റജി കോശി, RJ വിജിത ഇവരൊക്കെ അഭിനയിച്ച പടം സൺ നെക്സ്റ്റിലാണ് സ്ട്രീമിംഗ്. സോ ഈ പടം പാത്തു കഴിഞ്ഞപ്പോൾ എന്തിന് പാത്തു അങ്ങനെ എനിക്ക് തോന്നാൻ തുടങ്ങി. സോ ഈ സിനിമ കാണുന്നതിന് മുമ്പ് തന്നെ നമുക്ക് രണ്ട് വാണിംഗ് കിട്ടും. ഒന്ന് OTT പ്ലാറ്റ്ഫോം സൺ നെക്സ്റ്റ്, എല്ലാ അപരാധങ്ങളും അവരെ എടുക്കുള്ളൂ. പിന്നെ ഇതിന്റെ ഡയറക്റ്റ് ആയിട്ട് ഒരു വാണിംഗ് തന്നിട്ടുണ്ട്. സിനിമയുടെ ടൈറ്റിൽ ഫേസസ്, ഇംഗ്ലീഷിലെ ഫേസസ് അല്ല, തമിഴിലെ ഫേസ്. അതാണ് ഈ പടം കണ്ടു കഴിഞ്ഞാൽ പറയാൻ തോന്നുക 5G - 2G. സോ ത്രില്ലർ ആണ്. ആദ്യം തന്നെ ത്രില്ല് അടിപ്പിക്കണം. സോ ഇതിൽ നമ്മുടെ അന്ന റജി കോച്ചിയുടെ ക്യാരക്ടറിന് PTSD, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. 2 മണിക്കൂർ പടത്തില് 1.25 മണിക്കൂറും ഈ കൊച്ചിന് PTയും SD ആണ്. എപ്പ കണ്ടാല് മൈക്കൽ മൈക്കൽ മൈക്കൽ. ഈ കൊച്ചിന്റെ ബോയ് ഫ്രണ്ട് ആണ് മൈക്കൽ. അതായത് നമ്മുടെ ജ്ഞാപകം, ഇന്ദ്രധനുഷ്, കലേഷ് അണ്ണൻ. ഈ കൊച്ചിന് ഒരു ആക്സിഡന്റ് പറ്റിയ ശേഷം കാണുന്ന എല്ലാ ആണുങ്ങളും മൈക്കിളാണ്. അച്ഛനെ കണ്ടാ മൈക്കിളാണ്, ഡോക്ടറെ കണ്ടാ മൈക്കിളാണ്, പാല് കറക്കാൻ വന്നവനെ കണ്ടാ മൈക്കിളാണ്, പുലി എത്താൻ വന്നവനെ കണ്ടാ മൈക്കിളാണ്, പെയിന്ററെ കണ്ടാ മൈക്കിളാണ്. എന്തിന്? സ്വന്തം കൂട്ടുകാരെ കെട്ടിയവനെ കണ്ടാലും മൈക്കിളാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് വളരെ ചുരുങ്ങിയ ബഡ്ജറ്റേ വന്നിട്ടുണ്ടാവുള്ളൂ. കാരണം എല്ലാം കലേശാണ്. ഈ സിനിമയിലെ ഭൂരിഭാഗം ക്യാരക്ടർ ഒക്കെ കലേശാണ്. 10 തലയുള്ള രാവണനെ പാത്തിരിക്ക, 100 തലയുള്ള കലേശിനെ പാക്കണമാ എന്നാ പാത്തോ. ഇത് രാവണൻ സ്ക്വയർ, രാവണൻ ക്യൂബ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു തവണ 2 തവണ 3 തവണയൊക്കെ ഈ കൊച്ചിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂന്ന് കാണുന്ന എല്ലാവരും മൈക്കിളാണ്. ഓക്കെ, അത് അക്സെപ്റ്റബിൾ ആണ്. ഇത് പടത്തിന്റെ മുക്കാഭാഗം യവൻ വന്നാലും മൈക്കിളാണ്. ഈ കൊച്ചാന്ന് വെച്ചാൽ മൈക്കിൾ ഇല്ല, അത് ജീവിക്കാനും പറ്റില്ല. മൈക്കിൾ 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 ചത്ത് പറഞ്ഞേ എന്തോന്നിത്. ഈ കൊച്ചിനെ മൈക്കിളിനെ വേണം. നീ എവനെങ്കിലും പിടിച്ചിട്ട് കൊണ്ടേ പോരെ, മൈക്കിൾ ആവട്ടെ, അവന്റെ ഒപ്പം ജീവിച്ചാ പോരെ. ഈ കൊച്ചിന് കാണുന്ന എല്ലാവരും മൈക്കിളാണ്. പിന്നെ എന്ത് പ്രശ്നം? ഓയ്യോ, അത് അൺസഹിക്കബിൾ സാധനമായിരുന്നു. ഇത് സൈക്കോ റൊമാൻറ്റിക് ത്രില്ലർ. ഇതിൽ റൊമാൻസ് എവിടെ? ഈ നമ്മുടെ ജ്ഞാപകം, ഇന്ദ്രധനുഷ്, അതായത് കലേഷിന്റെ ക്യാരക്ടർ മൈക്കിള് ഭയങ്കര ആർട്ടിസ്റ്റ് ആണ്. 2 ആർട്ട് വെച്ച് കൊടുക്കാനാ തോന്നിയത്. ഈ കൊച്ചിന്റെ അടുത്ത് ചോദിക്കും, കുട്ടി വരയ്ക്കുവോ? ഞാൻ നന്നായി വരയ്ക്കും, റീൽസ് കാണുമ്പോ വരയ്ക്കാൻ തോന്നും. സെറ്റായി, ലവ് സെറ്റായി. ഇതാണോ റൊമാൻസ്? ത്രില്ലർ എവിടെ ഇതില് ത്രില്ലർ? അപ്പൊ ഇതിനെ ത്രില്ലർ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ത്രില്ലറിനെ എന്താണ് വിളിക്കേണ്ടത്? അന്ന റജി കോശിയുടെ ക്യാരക്ടർ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിരുന്നു. ആളുടെ പെർഫോമൻസ് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിരുന്നു. യൂഷ്വലി ആള് നന്നായി പെർഫോം ചെയ്യുന്നതാണ്. ഇതില് അൺസഹിക്കബിൾ സാധനമായിരുന്നു. പിന്നെ കലേഷിന്റെ കാര്യമൊന്നും പറയണ്ട. എവിടെ ഫിലോസഫി ക്ലാസ് എടുക്കാനുണ്ടോ അവിടെ കലേഷ് ഉണ്ട്. എല്ലാ പടം വേണി നോക്കുക, നാട്ടുകാരെ ഉപദേശിച്ച് നന്നാക്കാനുള്ള ഒരു ക്യാരക്ടറാണ് കലേഷിന്റെ. ഇതിലും അതന്നെയാണ്. പിന്നെ കലേഷിന്റെ രാവണ ആട്ടം കാണണമെങ്കിൽ ഈ പടം കാണണം. 100 തലയുണ്ട്. അത്രയും ക്യാരക്ടേഴ്സ് ആള് ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ദിസ് ഗായ് ഡിസേർവ്സ് എ നാഷണൽ അവാർഡ്. കാരണം ലാലേട്ടൻ പോലും ഇങ്ങനെ ചെയ്തിട്ടില്ല. ശരിക്കും രാമായണത്തിലെ രാവണനൊക്കെ ആയിട്ട് കലേഷിനെ കാസ്റ്റ് ചെയ്യണമായിരുന്നു. അപ്പൊ പിന്നെ തിയേറ്ററിൽ ഓടില്ല. RJ വിജിത ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. RJ വിജിത ഈ തള്ള വൈബുള്ള ഒരു ക്യാരക്ടറാണ്. ഒരാണും പെണ്ണും കൂടി സംസാരിക്കണുണ്ട, എന്താണ് അവര് സംസാരിക്കുന്നത്? ഇങ്ങനെ എത്തി നോക്കണൊക്കെ കാണാം. ഈ മറ്റേ നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ ഉണ്ടാവും ഒരു പണിയും തോരവും ഇല്ലാത്ത കുറെ അമ്മായിമാര്. അവന്റെ അപ്പുറത്തെ വീട്ടിൽ എന്താ നടക്കണേ, ഇപ്പുറത്തെ വീട്ടിൽ എന്താ നടക്കണേ എത്തി നോക്കണം. അങ്ങനത്തെ ഒരു ക്യാരക്ടർ. സോ 1 മണിക്കൂർ 57 മിനിറ്റ് 2 മണിക്കൂർ എന്തോ ഉള്ള പടം ഒരു മൊമെന്റിൽ പോലും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയില്ല. ആൻഡ് ദിസ് വാസ് ആക്ച്വലി വെരി പ്രെഡിക്റ്റബിൾ. അത് എന്തുകൊണ്ട് അങ്ങനെ, എന്തുകൊണ്ട് ഇങ്ങനെ, അത് ഭയങ്കര പ്രെഡിക്റ്റബിൾ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. മുങ്ങാൻ പോയി, കപ്പലെ മുങ്ങി, എന്നിട്ട് അതിൽ കൊണ്ടുപോയിട്ട് മാല ബൾബ് കത്തിച്ചു പറയണ പോലെ. അറിഞ്ഞിട്ട പേരാണ് ഫേസസ് എന്ന്, പക്ഷെ തമിഴിലാണ് ഇടേണ്ടിയിരുന്നത് മാത്രം. സോ ഈ പടം മലയാളത്തില്, തമിഴില്, തെലുങ്കില്, കന്നഡയിലൊക്കെ സൺ നെക്സ്റ്റിൽ അവൈലബിൾ ആണ്. മലയാള സിനിമയെ ബാക്കിയുള്ളവന്മാരെ കൊണ്ട് പറയിപ്പിക്കാൻ. ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നുണ്ട്. ഇനി അന്ന റജി കോശിയുടെ പിന്നാലെ ഒരു ചെറുക്കൻ നടക്കുന്നുണ്ട്. അത് പാവം ചെക്ക ഏത് നേരം ഒലിപ്പിച്ച് മണപ്പിച്ച് നടന്നു. ഈ കൊച്ചാണെങ്കിൽ മൈൻഡില്ല. ഇതിൽ അന്ന റജി കോശിയുടെ ക്യാരക്ടറിന് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഡോക്ടർമാരുടെ അടുത്തൊക്കെ പെരുമാറുന്നതാണ്. സരയോ ആണ് ഇതിൽ ഡോക്ടർ.
ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് വന്നു കഴിഞ്ഞാൽ ചോദിക്കുകയാണ് ഡോക്ടറെ കണ്ടപ്പോ ഞാൻ എവിടെയാണ്. പെണ്ണുമ്പിള്ളെ ആക്സിഡന്റ് പറ്റിയിട്ട് ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഹോസ്പിറ്റലാണെന്ന് അറിയില്ലേ, അല്ല പിന്നെ ശവപ്പറമ്പിൽ ഡോക്ടർ വരൂ. ആൻഡ് സരയും ഒക്കെ എന്ത് വിനയത്തിലാ പെരുമാറുന്നത്. എന്താ മോളെ പ്രശ്നം? അപ്പോഴേക്ക് ഈ പെണ്ണുമ്പിള്ള വന്നിട്ട് എനിക്കിതാണ് രണ്ട് അടി കൊടുത്ത് വിടാനാ തോന്നി. സോ ടു മീ പേഴ്സണലി ദിസ് ഇസ് ജസ്റ്റ് എ വേസ്റ്റ് പടം. കൂടുതൽ ഞാൻ പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റെസ്പെക്ട്ഫുൾ ആണ്, ഡിസ്റെസ്പെക്ട് ചെയ്തു. സിനിമയെ റെസ്പെക്ട് ചെയ്യണം, കുറെ ആൾക്കാരുടെ കഷ്ടപ്പാടാണ്, കുറെ ആൾക്കാരെ വേർപ്പാണ് എന്നൊക്കെ പറയും. സോ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ദിസ് ഇസ് എ വേസ്റ്റ് പടം ടു മീ. സൺ നെക്സ്റ്റിൽ അവൈലബിൾ ആണ്, വേണ്ടവര് കണ്ടു നോക്കുക.